നമസ്കാരം, റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് സ്വാഗതം. കാനഡയും വേണം, പനാമ കനാലും വേണം, ഗ്രീൻലാൻഡും വേണം. ഇങ്ങനെ പോയാൽ എന്തൊക്കെയാകും അമേരിക്കയ്ക്ക് വേണ്ടി വരിക? അധികാരം ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ട്രംപിൻ്റെ കയ്യിൽ കിട്ടിയ അധികാരമെന്ന് ലോകത്തിന് തോന്നും വിധത്തിലാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നത്. എന്താണ് ഇവ രണ്ടും ട്രംപിൻ്റെ ലക്ഷ്യങ്ങളാകുന്നത്? നമുക്ക് പരിശോധിച്ച് നോക്കാം വിശദമായിട്ട്. 1999 കൈവിട്ടുപോയ പനാമ കനാലിന്റെ നിയന്ത്രണം വീണ്ടെടുക്കാനുള്ള തത്രപ്പാടിലാണ് ട്രംപ്. ട്രംപിന്റെ ഈ പുതിയ നീക്കങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയവും സാമ്പത്തികവും സൈനികവുമായ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടിട്ടാണ് നടപ്പിലാക്കുന്നത്. മെക്സിക്കോ, കാനഡ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിക്കാനുള്ള ആശയത്തിന് പിന്നാലെ അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന നിർണായക വ്യാപാര ജലപാതയായ പനാമ കനാലിന്റെ നിയന്ത്രണവും ഇപ്പോൾ വീണ്ടെടുക്കുമെന്ന ഭീഷണിയാണ് ട്രംപ് ഉയർത്തുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കനാലിന്റെയും അതിന്റെ ചുറ്റുമുള്ള കനാൽ മേഖലയുടെയും മേലുള്ള അമേരിക്കയുടെ നിയന്ത്രണം തർക്ക വിഷയമായി മാറിയതോടെ പനാമയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയായിരുന്നു. പനാമ കനാലിനെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങൾക്കിടയിൽ കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കുന്ന ഒരു സുപ്രധാന വ്യാപാര പാതയാണ് ഇത്. പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 82 കിലോമീറ്റർ നീളമുള്ള പനാമ കനാൽ 1914 നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം 1999 അമേരിക്ക പനാമയ്ക്ക് കൈമാറുന്നത്. 1977 ടോറിയോസ് കാർട്ടർ ഉടമ്പടി പ്രകാരം അതുവരെ അമേരിക്കയുടെ പൂർണ്ണ അധികാരത്തിലായിരുന്നു ഈ കനാൽ. കിഴക്കൻ ഏഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള വ്യാപാരത്തിന്റെ 40% ഈ വഴിയാണ് നടക്കുന്നത്. പനാമ കനാലിന് മുൻപ് അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശത്തിന്റെ സങ്കീർണമായ ഭൂമിശാസ്ത്രം കാരണം ഒരു സമുദ്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നത് ഏറെ ബുദ്ധിമുട്ടായിരുന്നു. സമയമെടുക്കുന്ന തെക്കേ അമേരിക്കയുടെ മുനമ്പിലൂടെ സഞ്ചരിക്കുക എന്നതായിരുന്നു അപ്പോഴുള്ള ഏക പോംവഴി. നിലവിൽ പനാമ കനാൽ അതോറിറ്റിയാണ് കനാൽ പ്രവർത്തിപ്പിക്കുന്നത്. അടുത്തിടെ അരിസോണയിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് മധ്യ അമേരിക്കൻ രാജ്യമായ പനാമ അമേരിക്കൻ നാവിക വാണിജ്യ കപ്പലുകളിൽ നിന്ന് അമിത വില ഈടാക്കുന്നതിനായി ട്രംപ് ആരോപിക്കുന്നത്. പനാമ കനാൽ ഉപയോഗിക്കുന്നതിന് നിലവിലുള്ള അമിത നികുതി ഈടാക്കുന്ന നടപടി അവസാനിപ്പിച്ചില്ലെങ്കിൽ കനാലിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. പനാമ കനാൽ മേഖലയിൽ നിന്ന് ചൈനീസ് സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൽ അമേരിക്കയ്ക്ക് നല്ല ആശങ്കയുണ്ട്. അമേരിക്ക കഴിഞ്ഞാൽ പനാമ കനാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യം ചൈനയാണ്. കൂടാതെ ഈ മേഖലയിൽ വ്യാപാര സാമ്പത്തിക താൽപ്പര്യങ്ങളുള്ള ചൈനയ്ക്ക് പനാമയിൽ വലിയ നിക്ഷേപവുമുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ സൂചനയായി തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഉപേക്ഷിച്ച പനാമ തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്ന് അംഗീകരിച്ച സ്ഥലം കൂടിയാണ്. ഇതെല്ലാം ട്രംപിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാകാം. ചൈനയുമായി ഒരു സംഘർഷമുണ്ടായാൽ ആയുധമടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കേണ്ടതും ഈ പാത വഴിയാണ്. ഇതെല്ലാമാണ് കനാലിന് മേൽ സമ്മർദ്ദം ശക്തമാക്കാൻ ട്രംപിനെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങൾ. പനാമ അമിത നിരക്ക് ഈടാക്കുന്നത് അധിക്ഷേപമാണെന്നും പ്രത്യേകിച്ച് അമേരിക്ക പനാമയ്ക്ക് നൽകിയ ദാനമാണ് കനാലെന്ന് അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പെരുമാറുന്നത് പരിഹാസ്യമാണെന്നുമാണ് ട്രംപ് പറയുന്നത്. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താനല്ല കനാൽ വിട്ടുകൊടുത്തത്, അമേരിക്കയും പനാമയും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗം മാത്രമാണെന്നും ട്രംപ് ഓർമ്മപ്പെടുത്തി. എന്നാൽ പനാമ കനാലിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കുമെന്ന ട്രംപിന്റെ ധാർഷ്ട്യത്തെ തള്ളിയാണ് പനാമ പ്രസിഡന്റ് ജോസ് റൗൾ മുലിനോ രംഗത്തെത്തിയിരിക്കുന്നത്. ജലപാതയെ പനാമയുടെ ദേശീയ പൈതൃകത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് മുലിനോ വിശേഷിപ്പിച്ചു. അതിന്റെ ഉടമസ്ഥാവകാശം ചർച്ചയ്ക്ക് വിധേയമല്ലെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. രാജ്യത്തിന്റെ രക്തവും വിയർപ്പും കണ്ണീരും വീണ പനാമിയൻ കനാലിനെ കുറിച്ച് ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും താൻ തയ്യാറല്ലെന്നും അദ്ദേഹം അമേരിക്കയോട് പറഞ്ഞു. കനാലിന്റെ നിയന്ത്രണം തെറ്റായ കരങ്ങളിലെത്തുന്നത് തടയുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇതിലൂടെ ട്രംപ് ലക്ഷ്യമിട്ടത് മറ്റാരെയുമല്ല, അത് ചൈനയെ തന്നെ എന്നത് വ്യക്തമാണ്. എന്നാൽ ട്രംപ് ആരോപിക്കുന്ന തരത്തിൽ പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന കനാലിൽ ചൈനയുടെ ഇടപെടൽ ഇല്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ മുലീനയും വ്യക്തമാക്കിയിട്ടുണ്ട്. ജലപാതയിൽ പനാമയുടെ പരമാധികാരത്തെ പിന്തുണച്ച മറ്റ് ലാറ്റിൻ അമേരിക്കൻ നേതാക്കളും അമേരിക്കയെ തള്ളുകയും മുലീനോയോട് നിലപാടിനെ പിന്തുണയ്ക്കുകയുമാണ് ചെയ്തത്. പനാമ കനാൽ പനാമയുടേതാണ്, അതിന്റെ പരമാധികാരം എല്ലാ രാജ്യങ്ങളും മാനിക്കണമെന്നാണ് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയിൻബോം പറഞ്ഞത്. തന്ത്രപ്രധാന മേഖലയിൽ ആധിപത്യം അരക്കിട്ടുറപ്പിക്കുന്നതിനോടൊപ്പം വ്യാപാര പാതകളിലടക്കം സ്വാധീനം ഉറപ്പാക്കുക, അതുവഴി അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ സുരക്ഷിതമാക്കുക. അതിപ്പോൾ സമ്മർദ്ദമെങ്കിൽ സമ്മർദ്ദം, ഭീഷണിയെങ്കിൽ ഭീഷണി. പണ്ടുമുതലേ അമേരിക്കയുടെ അടവും നയവും അതുതന്നെയാണല്ലോ. ഇനി നമുക്ക് ഗ്രീൻലാൻഡിലേക്ക് വരാം. അടുത്തതായി ട്രംപ് കണ്ണുവെച്ച ആ പ്രദേശത്തേക്ക്.
ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ കൂടെ ചേർക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നാണ് കരുതപ്പെടുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വിഷയത്തെ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് സമീപിച്ചത്. നാഷണൽ സെക്യൂരിറ്റിയെയും രാജ്യത്തെ സ്വതന്ത്രത്തെയും മുൻനിർത്തിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ടാണ് ഗ്രീൻലാൻഡ് അമേരിക്കയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമേറിയതാണെന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കാനഡയെ യുഎസിനോട് ചേർക്കണമെന്ന ആവശ്യം മുൻപ് തന്നെ ട്രംപ് വ്യക്തമാക്കിയതാണ്. മാത്രവുമല്ല, പനാമ കനാലും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചരിത്രം നോക്കുകയാണെങ്കിൽ സ്വപ്നം കണ്ടതിനെ എല്ലാം തന്നെ സ്വന്തമാക്കിയ ചരിത്രമാണ് അമേരിക്കയ്ക്ക് പറയാനുള്ളത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഉറപ്പായും അമേരിക്ക കാനഡയെയും പനാമ കനാലിനെയും എന്തിന് ഗ്രീൻലാൻഡിനെയും ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാനുള്ള ശക്തിയും കുടിലതയും രാജ്യത്തിന്റെ കൈവശം നിലവിലുണ്ട്. ഇപ്പോൾ സ്വന്തമാക്കണമെന്നാവശ്യപ്പെട്ട ഗ്രീൻലാൻഡും പനാമ കനാലും കൂടി ചേരുന്നതോടെ മറ്റൊരു ലോകശക്തിക്കും നോക്കാൻ പോലുമാകാത്ത അത്ര ശക്തരായി അമേരിക്ക പരിണമിക്കാനുള്ള സാധ്യതയേറെയാണ്. അത് നമുക്ക് ഗ്ലോബിന്റെ സഹായത്തോടെ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇത് നമ്മുടെ സ്വന്തം ഇന്ത്യ. ഇവിടെ നിന്ന് നോർത്തിലോട്ട് നോക്കണം ഈ പറഞ്ഞ ഗ്രീൻലാൻഡിനെ ഒന്ന് കാണാൻ. തണുത്തുറഞ്ഞ ഐസ് കട്ടകളും പ്രകൃതി ഒരുക്കിയ വിസ്മയങ്ങളുമായി കഴിയുകയാണ് ഈ പ്രദേശം. ഈ ഗ്രീൻലാൻഡിനെ കുറിച്ചാണ് പറയുന്നത്. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ഒരു ദ്വീപാണ് ഈ ഗ്രീൻലാൻഡ്. കാനഡയുടെ വടക്കുകിഴക്കായാണ് ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഭൂപ്രകൃതി അനുസരിച്ചും മനുഷ്യജീവിത രീതി അനുസരിച്ചും ആർട്ടിക് ദ്വീപരാജ്യവും ഭൂമിശാസ്ത്രപരമായും വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗവുമാണെങ്കിലും ചരിത്രപരമായും രാഷ്ട്രീയവുമായി ഈ രാജ്യം യൂറോപ്പിനോട്, പ്രത്യേകിച്ച് ഐലൻഡ്, നോർവേ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. 1979 ഗ്രീൻലാൻഡിന് ഡെൻമാർക്ക് സ്വയം ഭരണാവകാശം നൽകുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഇന്നത്തെ ഗ്രീൻലാൻഡ്. ഇതിനെ ഒരു ഭൂഖണ്ഡമായി കണക്കാക്കുന്നില്ല. ഡെൻമാർക്കിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്തെ ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത്. എന്നാൽ സ്വന്തമായി ഗവൺമെന്റും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. എന്തുകൊണ്ടാണ് ട്രംപിന് ഗ്രീൻലാൻഡിനോട് ഇത്ര പ്രിയം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനു മുൻപും ട്രംപ് ഗ്രീൻലാൻഡിനോടുള്ള തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ തവണ അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റപ്പോഴായിരുന്നു ട്രംപ് ആദ്യമായി ഗ്രീൻലാൻഡിനെ അമേരിക്കയോട് ചേർക്കാനുള്ള തന്റെ സ്വപ്നത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഇത്രത്തോളം ശക്തമായിരുന്നില്ല ആ വാക്കുകൾ എന്ന് മാത്രം. യുഎസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയ ഭാഗമാണ് ഈ ഗ്രീൻലാൻഡ് എന്നായിരുന്നു ട്രംപ് അന്നും പറഞ്ഞത്. ഗ്രീൻലാൻഡിന്റെ മണ്ണിലെ ധാതു സമ്പത്താണ് ഈ പ്രദേശത്തെ യുഎസിനോട് ചേർക്കണമെന്ന ട്രംപിന്റെ ആവശ്യകതയുടെ പ്രധാന കാരണം പോലും. ഇതാണ് ട്രംപിന്റെ സാമ്പത്തിക താല്പര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യയുടെ അധിനിവേശത്തെ ചെറുക്കുക എന്നതാണ്. അതായത് ഈ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണല്ലോ. എന്നും ഹിമം വാഴുന്ന ഈ പ്രദേശത്തേക്ക് എപ്പോൾ വേണമെങ്കിലും പുടിന്റെ റഷ്യൻ പട ഇരച്ചു കയറാൻ സാധ്യതയുണ്ട്. ശരീരം കോച്ചിപ്പോകുന്ന കൊടും തണുപ്പിലും ഇരച്ചു കയറാനും യുദ്ധം ചെയ്യാനും പരിശീലനം ലഭിച്ചവരാണ് പുടിന്റെ പടയാളികൾ എന്ന് ഓർമ്മ വേണം. ഈ ഒരൊറ്റ കാരണമാണ് ട്രംപിനെ നിലവിൽ ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. അതായത് റഷ്യയുടെ അധിനിവേശം ചെറുക്കുക എന്ന വലിയ ലക്ഷ്യം. ഗ്രാനൈറ്റ്, ലിഥിയം എന്നീ മൂലകങ്ങളാൽ സമ്പന്നമായ ഗ്രീൻലാൻഡിലെ ഒരു ചെറിയ പ്രദേശം പോലും റഷ്യയുടെ കൈവശമാകുക എന്ന കാര്യം അമേരിക്കയ്ക്ക് ചിന്തിക്കാൻ പോലും ആകില്ലല്ലോ. ഇന്ന് ലോകത്ത് ധാതുക്കളാൽ സമ്പന്നമായ രാഷ്ട്രം ചൈനയാണ്. ചൈനയിൽ നിന്നാണ് യുഎസ് അടക്കം ധാതുക്കൾ വില കൊടുത്ത് സ്വന്തമാക്കുന്നത്. ഗ്രീൻലാൻഡ് സ്വന്തമാകുന്നതോടെ ചൈന പുലർത്തുന്ന ആ സുപ്രീമസിയെ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന സ്വപ്നവും ട്രംപിനുണ്ട്. ഇതൊക്കെ ഇന്നത്തെ ഭൗമരാഷ്ട്രീയ അവസ്ഥയെ വെച്ച് ഊഹിച്ച് പറയുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം പല റിപ്പോർട്ടുകളും ലേഖനങ്ങളും ഒക്കെ തന്നെ ഈ നിരീക്ഷണത്തെ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലാണ്. ഡെൻമാർക്കിന്റെ സൈന്യം റഷ്യയുടെ അധിനിവേശത്തെ ഭയപ്പെടുത്തുന്നു എന്ന റിപ്പോർട്ട് വന്നത് ഈയിടയ്ക്കാണ്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. അമേരിക്ക ഇവിടെ ലക്ഷ്യമിടുന്നത് രണ്ട് രാജ്യങ്ങളാണ്. ബദ്ധശത്രുക്കളായ ചൈനയും അതുപോലെ റഷ്യയും. ഗ്രീൻലാൻഡിനെയും പനാമ കനാലിനെയും വേണമെന്ന ആവശ്യത്തിന് പിന്നിൽ ഈ രണ്ടു രാജ്യങ്ങൾ തന്നെയാണുള്ളത്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം കേൾക്കണമെന്ന ആഗ്രഹമുണ്ട്. അതെന്തായാലും പറയുക. മറ്റൊരു വാർത്തയും വിശകലനവുമായി വീണ്ടും എത്താം. നന്ദി.